അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോട് കൂടി അഹ്കാമുൽ കലിമ എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞു, പകുതി. അഹ്കാമുൽ കലിമ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇസ്മു ഫെയിൽ ഹർഫ്, എന്താണ് ഇതിൻ്റെ മൂന്നിൻ്റെ വ്യത്യാസം പറഞ്ഞു. പിന്നെ വേറെ രണ്ടാമത്തെ എന്തായിരുന്നു? നക്കിറ മാരിഫയും അല്ലേ. പിന്നെ മൊറബും മബ്നിയും എന്താന്ന് പറഞ്ഞു. ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ മൊറബും മബ്നി എന്താന്ന് പറഞ്ഞപ്പോൾ ഇറാബ് എന്താണെന്ന് പറഞ്ഞു, ഇറാബിൻ്റെ അലാമത്തുകൾ പറഞ്ഞു. അലാമത്തിന് അസ്ലിയ, ഫത്ഹ, ദമ്മ, കസ്റ, സുക്കൂന്, പിന്നെ അലാമത്തിന് ഫറഈ ആയിട്ടുള്ള 7 വിഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് അഹ്കാമുൽ കലാമിലേക്ക് കിടക്കാം. നിങ്ങളൊന്ന് മത്തിന് വായിക്കുമോ? ആരെങ്കിലും ഒന്ന് ഉറക്കം വായിച്ചോ? തുഫൈൽ വായിച്ചോ? ഒരു സെൻറ്റൻസ് വായിച്ചിട്ട് നിർത്തട്ടെ, ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാം ഇതിൽ റെക്കോർഡ്. ബിതആലുഫിൽ കലിമാത്തി തതക്കവ്വനു അൽ ജുമൽ. കലിമത്തുകൾ കൂടിച്ചേർന്ന് ജുംലകളുണ്ടാവും, സെൻറ്റൻസ് ഉണ്ടാവും. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വഹിയ നൗആൻ. ഈ ജുംലകൾ എന്ന് പറയുന്നത് 2 ടൈപ്പാണ് അറബിയിലെ സെൻറ്റൻസുകൾ. ഏതൊക്കെയാണ്? ഫിഅലിയത്തുൻ വസ്മിയത്തുൻ. അപ്പോൾ ഫിഅലിയായ ജുംലകളുണ്ട്, ഇസ്മിയായ ജുംലകളുണ്ട്. ഇവിടെ ഒരു ചെറിയ കാര്യം വിശദീകരിക്കാനുണ്ട്. എന്താണ് ഫിഅലിയായ ജുംല, ഇസ്മിയായ ജുംല എന്ന് പറഞ്ഞാൽ? ഫിഅൽ കൊണ്ട് തുടങ്ങുന്നത് ജുംല ഫിഅലിയ, ഇസ്മ കൊണ്ട് തുടങ്ങുന്നത് ജുംല ഇസ്മിയ. അഹ്കാമുൽ കലാമി കസീറത്തുൻ. അപ്പോൾ ഈ 2 സെൻറ്റൻസുകളും അതിനെക്കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അത് കുറേ ഉണ്ട് പറയാൻ. സനുറത്തിബുഹ ഫി അർബഅത്തി അഖ്സാം. ആ കുറേ ഉണ്ട് എന്ന് പറയുന്നത് അതാണ് നഹ്വ് എന്ന് പറയുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് എന്തായിരുന്നു വിശ്വസിച്ചിരുന്നത്? നഹ്വ് എന്ന് പറഞ്ഞാൽ തന്നെ അഹ്കാമുൽ കലാമാണ്, കലിമത്തിന് നഹ്വുമായിട്ട് ബന്ധമില്ല, അത് സർഫാണ് എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പം നഹ്വ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്ന എല്ലാ പുസ്തകങ്ങളും, അത് 1 വോള്യം മുതൽ 20 വോള്യം വരെയുള്ള പുസ്തകങ്ങളൊക്കെ കാണാൻ നഹ്വിൽ. ഇതൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ് അഹ്കാമുൽ കലാം എന്ന് പറയുന്നത്. അതായത് അഹ്കാമുൽ ജുംലത്തിൽ ഇസ്മിയ വൽ ജുംലത്തിൽ ഫിഅലിയ, ജുംല ഫിഅലിയൻ്റെയും ജുംല ഇസ്മിയൻ്റെയും ഘടനയെക്കുറിച്ചുള്ള സംസാരം. അത് കുറേ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹം വളരെ നല്ലൊരു പണി ചെയ്തു. ആ കുറേ ഉള്ളതിനെ 4 കിസ്മുകളാക്കി മാറ്റി. അപ്പോൾ എളുപ്പമുണ്ട്, 4 വിഭാഗങ്ങളാക്കി. എന്തൊക്കെയാണ് 4 എണ്ണം? അപ്പോൾ 4 കാര്യങ്ങളാണ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ഇപ്പോഴേ മനസ്സിലാക്കി വെച്ചാൽ നമ്മളെ സഹായിക്കും മുന്നോട്ട് പോകുമ്പോൾ. നമ്മൾ സർഫിൽ കണ്ടതല്ലേ, നമുക്കെല്ലാം മനസ്സിലായിട്ടില്ലെങ്കിലും നേരത്തെ ഒരു രൂപം മനസ്സിലാക്കുന്നത്, പഠിക്കാൻ പോകുന്ന ആ വിഷയം എന്താണ്, അതിലെന്തൊക്കെ ടോപ്പിക്സാണ് വരാൻ പോകുന്നത് നേരത്തെ മനസ്സിലാക്കിയാൽ അതിലേതെങ്കിലും ഒരു ഭാഗം നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും നമുക്ക് ഉപകാരപ്പെടും ഈ പഠനം കൊണ്ട്. കാരണം നമുക്കറിയാൻ പറ്റും എവിടെയാണ് എനിക്ക് മനസ്സിലാവാത്തത്, പിന്നീട് നമുക്ക് എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. നേരെ മറിച്ച് നമ്മൾ ഒരു തർത്തീബില്ലാതെ പഠിച്ചു പോകുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ 4 കാര്യങ്ങളാണ് നഹ്വ് എന്ന് ഇവിടെ പറഞ്ഞു. മൊത്തം നഹ്വിൽ കാണുന്ന ആയിരക്കണക്കിന് മസാലകൾ അതിന് നമുക്ക് 4ആയി വേർതിരിക്കാം. ഒന്ന് അൽ ജുംലത്തുൽ ഫിഅലിയ, എന്താണ് ജുംല ഫിഅലിയ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ജുംല ഇസ്മിയ, എന്താണ് ജുംല ഇസ്മിയ എന്ന് പറയുന്നത്. മൂന്നാമത്തത് മുക്കമ്മിലാത്തു കുല്ലിൻ മിനൽ ജുംലത്തൈൻ. ഈ 2 ജുംലകളും, ജുംല ഇസ്മിയയും ജുംല ഫിഅലിയയും, അതിൻ്റെ മുക്കമ്മിലാത്തുകൾ. മുക്കമ്മിലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സാധനങ്ങളാണ്, അല്ല 3 സാധനങ്ങൾ. ഒന്ന് മൻസൂബാത്ത്, 2 മജ്റൂറാത്ത്, 3 തവാബ്. അപ്പോൾ എവിടെ മർഫുആത്ത്? മർഫുആത്ത് എന്ന് പറഞ്ഞാൽ ഫാഇൽ, അതുപോലെ തന്നെ മുബ്തദ, ഖബർ. ഇതൊക്കെ ജുംല ഇസ്മിയ ജുംല ഫെയിലിയ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയി. ജുംല ഇസ്മിയ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒന്നാമത്തെ കാര്യമാണ് മുബ്തദ ഖബർ. ജുംല ഫെയിലിയ എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഫാഇൽ. മഫൂൽ നിർബന്ധമില്ല ഒരു സെൻറ്റൻസിൽ, മഫൂൽ നിർബന്ധമില്ല. അപ്പോൾ ഫായിലില്ലാതെ ജുംല ഫെയിലിയ ഉണ്ടാവില്ല, മുബ്തദയും ഖബറില്ലാതെ ജുംല ഇസ്മിയ ഉണ്ടാവില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഈ 2 ടൈപ്പ് സെൻറ്റൻസിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ മുക്കമ്മിലാത്തിൽ എന്ത് മതി? മൻസൂബാത്തും മജ്റൂറാത്തും. എന്തൊക്കെയാണ് വിശദീകരിച്ച് പറയുന്നത്? അപ്പോൾ മനസ്സിലാവാത്തൊരു പ്രയാസപ്പെടേണ്ട. മുക്കമ്മിലാത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട്, മൻസൂബാത്തും മജ്റൂറാത്തും തവാബിഅകളും. 4ാമത്തത് അഹ്കാമു അല്ലെങ്കിൽ ഇറാബു അൽ ഫിഅൽ മുദാരി, ഫിഅൽ മുദാരിൻ്റെ ഇറാബ്. കാരണം ഫിഅൽ മുദാരി സെൻറ്റൻസ് അല്ല, എന്നാൽ ഇനി ഇറാബ് ഉണ്ടേനും. അപ്പോൾ അതിൻ്റെ ഇറാബ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് അതും പറയേണ്ടതുണ്ട്. ശരി, ഇനി അപ്പോൾ ഈ 4 കിസ്മുകൾ എന്തൊക്കെ മനസ്സിലായി നമുക്കൊന്ന് എഴുതി വെക്കാം. അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന 4 കാര്യങ്ങളാണ്. ഒന്ന് അൽ ജുംലത്തുൽ ഫിഅലിയ, الجملة الفعلية.
2 അൽ ജുംലത്തു അൽ ഇസ്മിയ, 3 അൽ മുക്കമ്മിലാത്ത് എന്ന് പറഞ്ഞാൽ അൽ മൻസൂബാത്തു വൽ മജ്റൂറാത്തു വത്തവാബ. ഈ മൂന്നാമത്തെ മനസ്സിലാവാത്തൊരിക്കാൻ ഒന്ന് വിശദീകരിച്ച് തരാം. നാലാമത്തത് ഇഅ്റാബു അൽ ഫിഅൽ അൽ മുളാരി. ജുംല ഫിഅലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉദാഹരണം, ദറബ സെയ്ദുൻ. നമ്മൾ സ്ഥിരം ഉദാഹരണങ്ങളിൽപ്പെട്ടതാണ് ദറബ സെയ്ദുൻ. ഓക്കെ, അപ്പോൾ ഈ ദറബ സെയ്ദുൻ, ദറബ ഫിഅൽ, സെയ്ദ് ഫാഇൽ അല്ലേ? മഫൂലിൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല, സെൻറ്റൻസ് ഓക്കെയാണ്. ജുംല ഇസ്മിയെ സെയ്ദുൻ ആഖിലുൻ, ഉദാഹരണത്തിന് സെയ്ദുൻ ആഖിലുൻ, മുബ്തദ ഖബർ, സെൻറ്റൻസ് ഓക്കെയാണ്. മുക്കമ്മിലാത്തെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിന് പുറമെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സെൻറ്റൻസുകളൊക്കെ ഒന്നുകൂടിയും പെർഫെക്റ്റ് ആക്കാൻ പറ്റും. മുക്കമ്മിൽ എന്ന് പറഞ്ഞാൽ തന്നെ പെർഫെക്റ്റ് ആക്കലാണല്ലോ. പെർഫെക്റ്റ് ആക്കാൻ പറ്റും ചില സംഗതികൾ ആഡ് ചെയ്താൽ. ഉദാഹരണത്തിന് ദറബ സെയ്ദുൻ ഉബൈദൻ, സെയ്ദ് ഉബൈദിനെയാണ് അടിച്ചത്, സെൻറ്റൻസ് ഒന്നുകൂടിയും ഉഷാറായി. ഇതൊരു മൻസൂബല്ലേ അല്ലേ? ഓക്കെ. അല വജ്ഹിഹി, അല്ലെങ്കിൽ അല എന്ന് പറയോ? ദറബ സെയ്ദുൻ എന്താണൊരു ജാർ മജ്റൂർ? ദറബ സെയ്ദുൻ ബിയദിഹി, ജസാക്കല്ലാഹു ഖൈർ. ബിയദിഹി, കൈ കൊണ്ടാണ് അടിച്ചത്. ദറബ സെയ്ദുൻ ഉബൈദൻ ബിയദിഹി. പിന്നൊരു വാക്ക് അൽ ഖവിയ്യതി, അവൻ്റെ ശക്തമായ കൈ കൊണ്ടാണ് അടിച്ചത് എന്ന് പറഞ്ഞത്. അപ്പോൾ കണ്ടോ, ഇവിടെ ഒരു ഉബൈദ്, ബിയദിഹി, അൽ ഖവിയ്യതി, ഈ പറഞ്ഞ മൂന്നും. ഉബൈദ് മൻസൂബാണോ മർഫൂആണോ മജ്റൂറാണോ? മൻസൂബല്ലേ? അപ്പോൾ കണ്ടോ, ബിയദിഹി, യദ് എന്നുള്ളത് മൻസൂബാണോ മർഫൂആണോ മജ്റൂറാണോ? മജ്റൂർ. ഖവിയ്യത്തി എന്നുള്ളത് ഈ യദിൻ്റെ താബിയാണ്. ഈ യദ് മജ്റൂർ ആയതുകൊണ്ടാണ് ഇത് മജ്റൂർ ആയത്. അത് നമ്മൾ പഠിക്കും പിന്നീട്. അപ്പോൾ ഈ മൻസൂബാത്തും മജ്റൂറാത്തും തവാബികളായിരിക്കും ഈ അടിസ്ഥാന രൂപങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ജുംല ഫെയിലിയക്കും ജുംല ഇസ്മിയക്കും ഭംഗി കൂട്ടാനുള്ള സാധനങ്ങൾ എപ്പോഴും മൻസൂബാത്ത് മജ്റൂറാത്ത് തവാബികളായിരിക്കും. അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ വിശദമായിട്ട് നമ്മൾ പഠിക്കും. മനസ്സിലായോ? ഇതൊരു ബേസിക് തിയറി പറയണം. ഇതുപോലെ ജുംല ഇസ്മിയനെ നമുക്ക് ഭംഗി കൂട്ടാൻ പറ്റും. സെയ്ദുൻ ആഖിലുൻ, സെയ്ദുൻ ആഖിലുൻ, പിന്നെ ആക്കിൽ എന്നതിന് പകരം നാജിഹുൻ എന്നാന്ന് വിചാരിക്കുക, വിജയിച്ചവൻ. സെയ്ദുൻ നാജിഹുൻ ഫി അൽ മുസാബഖ, ഫിൽ മുസാബഖത്തി, കോമ്പറ്റീഷനിൽ വിജയിച്ചവനാണ്. അപ്പോൾ ഈ ഫിൽ മുസാബഖ എന്നുള്ളത് മജ്റൂറല്ലേ? അപ്പോൾ അങ്ങനെ ജുംല ഫെയിലിയനെയും ജുംല ഇസ്മിയെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൻസൂബാത്തും മജ്റൂറാത്തും തവാബികളും കൊടുത്ത് ഭംഗി കൂട്ടാൻ പറ്റും, പെർഫെക്റ്റ് ആക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിന് മുക്കമ്മിലാത്ത് എന്ന് പറയുന്നത്. ഇനി ഫെയിൽ മുദാരി. ഫെയിൽ മുദാരിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫെയിൽ മുദാരി ലൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നസ്ബ് ചെയ്യും. ലൻ യദ്ഹബ, അത് യദ്ഹബു ആയിരുന്നല്ലോ അസല്. ലം വന്നു കഴിഞ്ഞാൽ ജസ്മ ചെയ്യും, ലം യദ്ഹബ്. ഇതൊന്നുമില്ലെങ്കിൽ യദ്ഹബു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കും. ജറ് വരുമോ? വരൂല, ഫെയിലിന് ജറില്ല. അപ്പോൾ ഈ വക കാര്യങ്ങൾ ഫെയിൽ മുദാരിൻ്റെ ഇറാബ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൊത്തം നഹ്വിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട് എന്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നതെന്നുള്ളത്. ഇനി ഒരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നാവുന്നതാണ്. അതായത് ഇത്രയും വലിയ അറബി ഭാഷയിൽ ജുംല ഫെയിലിയ ജുംല ഇസ്മിയ എന്ന് പറഞ്ഞ 2 ടൈപ്പ് ജുംലകൾ മാത്രമേ ഉള്ളൂ. ഈ മുക്കമ്മിലാത്തും ഇതൊക്കെ ശരിക്ക് പ്രധാന കാര്യമല്ലല്ലോ. ഫെയിൽ മുദാരി എന്ന് പറയുന്നത് ഒരു കെലിമത്താണ്, ഒരു വാക്കാണ് ശരിക്ക്. മുക്കമ്മിലാത്ത് അത്യാവശ്യമില്ല. അപ്പോൾ അത്യാവശ്യമുള്ള പ്രധാനപ്പെട്ട നഹവിൻ്റെ ഭാഗം ജുംല ഫെയിലിയും ജുംല ഇസ്മിയാണ്. അപ്പോൾ അറബിയിലെ ജുംലകൾ 2 ടൈപ്പേ ഉള്ളൂ. അപ്പോൾ അതൊരു കുറവാണോ അറബി ഭാഷയ്ക്ക്? നമ്മൾ സാധാരണ അറബി വലിയ വിശാലമായ ഭാഷയാണെന്നൊക്കെയുള്ള പറയല്. അത് കുറവാണെന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. മറ്റ് ഭാഷകളിലൊന്നും ജുംല ഫെയിലിയ എന്ന് പറഞ്ഞ സംഭവമില്ല, ജുംല ഇസ്മിയേ ഉള്ളൂ. ലോകത്തുള്ള ഒരു ഭാഷയിലും അറിയപ്പെട്ട ഭാഷകളൊന്നും ജുംല
ഫെലിയ എന്ന് പറഞ്ഞ സംഭവമല്ല. അത് അറബിൻ്റെ ഒരു ഭംഗിയാണ്. അറബിയിൽ ഇപ്പോൾ നജഹ ജയ്ദുൻ, ജയ്ദ് വിജയിച്ചു എന്ന് പറയാം. അത് ഒരേ ആശയം തന്നെ പല രൂപത്തിൽ പറയാം. നജഹ ജയ്ദുൻ, ഖദ് നജഹ ജയ്ദുൻ, ഒന്നുകൂടി ഉറപ്പിച്ച്, തീർച്ചയായും ജയ്ദ് ജയിച്ചിട്ടുണ്ട്. ഖദ് നജഹ ജയ്ദുൻ, വല്ലാഹി നജഹ ജയ്ദുൻ, സത്യം ചെയ്തിട്ട്. അതുപോലെ ഒന്നുകൂടിയും മാ നജഹ ഇല്ലാ ജയ്ദുൻ, ജയ്ദ് അല്ലാതെ വേറെ ആരും ജയിച്ചിട്ടില്ല, ഹസർ. അപ്പോൾ ഇങ്ങനെ പല രൂപത്തിൽ ഒരേ ആശയം പറയാൻ പറ്റും. അന ഉഹിബ്ബുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഉഹിബ്ബുക, അന ഉഹിബ്ബുക എന്ന് പറഞ്ഞാൽ ജുംല ഇസ്മിയാണ്. അന എന്നുള്ള ഇസ്മോടെ തുടങ്ങിയത്. ഉഹിബ്ബുക ജുംല ഫെയിലിയാണ്, ഉഹിബ്ബു എന്നുള്ള ഫെയിൽ കൊണ്ടാണ് തുടങ്ങിയത്. ഒരേ ആശയമാണ്. അപ്പോൾ ഒരേ ആശയം തന്നെ പല രൂപത്തിൽ പറയാം. എന്തിനാണ് പല രൂപത്തിൽ പറയുന്നത്? പല സ്ഥലത്ത് ഫോക്കസ് കൊടുക്കാൻ വേണ്ടിയാണ്, സ്ട്രെസ്സ് കൊടുക്കാൻ വേണ്ടിയാണ്. അന ഉഹിബ്ബുക എന്ന് പറഞ്ഞാൽ എനിക്കാണ്, ഞാൻ എന്നുള്ളതിനാണ് അവിടെ സ്ട്രെസ്സ്. ഇപ്പോൾ രണ്ടാളുണ്ട്, അപ്പോൾ നമ്മൾ മോനോട് പറയാം, ഉമ്മയുണ്ട് നമ്മളുണ്ട്. അപ്പോൾ അന ഉഹിബ്ബുക, ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉമ്മ സ്നേഹിക്കുന്നില്ല എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ കുറവാണെന്നാണ് അർത്ഥം. ഞാൻ പറഞ്ഞാൽ നീ കേൾക്കേണ്ടത്, കാരണം ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഒരാൾ നമ്മൾ കൂട്ടുകാരനോട് പറയണം, നമ്മൾ അവനായിട്ട് തെറ്റി. അപ്പോൾ ഉഹിബ്ബുക എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വെറുക്കുന്നില്ല. ഇപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയം, അതിൻ്റെ പേരിൽ ഞാൻ തന്നെ വെറുക്കുന്നു എന്ന് വിചാരിക്കരുത്. ഞാൻ തന്നെ സ്നേഹിക്കുന്നവനാണ്, വെറുക്കുന്നവനല്ല. മനസ്സിലായി? അപ്പോൾ എവിടെയാണോ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് പല രൂപത്തിൽ പറയാൻ പറ്റും ഒരേ ആശയം. നിങ്ങൾ ഇംഗ്ലീഷിലൊന്ന് പറഞ്ഞു നോക്കി, ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഉഹിബ്ബുക എന്ന് പറയാം? ഉഹിബ്ബുക ഇല്ല ഇംഗ്ലീഷിൽ, അന ഉഹിബ്ബുക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെറുക്കല്ല സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഫോക്കസ് കിട്ടാൻ പറ്റുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ പറയാൻ മാർഗ്ഗമല്ല, വേറെ കുറച്ച് നീട്ടി പറയേണ്ടി വരും. ഞാൻ തന്നെ സ്നേഹിക്കുകയാണ്, വെറുക്കല്ല എന്ന് അങ്ങനെ തന്നെ പറയേണ്ടി വരും. പക്ഷെ ഒരൊറ്റ സെൻറ്റൻസ് കൊണ്ട് ആ ഒരു മെസ്സേജ് കിട്ടില്ല. ജുംല ഫെലിയല്ല. മലയാളത്തിലുണ്ടോ ജുംല ഫെലിയ? ഇല്ല. ഒരു ഇസ്മോണ്ടേ തുടങ്ങുള്ളൂ. ഫെയിൽ കൊണ്ട് തുടങ്ങുന്ന ഒരു സെൻറ്റൻസ് പറഞ്ഞു ഇംഗ്ലീഷിൽ. ഫെയിൽ കൊണ്ട് തുടങ്ങുന്ന ഒരു സെൻറ്റൻസ് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഇല്ല. അപ്പോൾ അറബി തന്നെയാണ് മുന്നിൽ, രണ്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അത് കുറവല്ല. ഇനി നമുക്ക് ജുംല ഫെലിയ നോക്കാം. സമയമുണ്ടോ? ജുംല ഫെലിയ എന്ന് പറഞ്ഞാൽ ഒന്ന് ചുരുക്കി പറയാം. മത്തിനിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വായിച്ചോളി. അൽ ജുംലത്തുൽ ഫിഅലിയ്യ ഹിയൽ ജുംലത്തുൽ മബ്ദൂഅതു ബിഫിഅലിൻ. ഫിഅൽ കൊണ്ട് തുടങ്ങുന്ന ജുംലയാണ് ജുംല ഫിഅലിയ്യ. അത് ക്ലിയർ അല്ലേ? വലഹ സൂറത്താൻ, അതിന് രണ്ട് രൂപങ്ങളുണ്ട്. അതിലൊന്നാമത്തെ രൂപം ഇഹ്ദാഹുമ തതകവ്വനു മിൻ ഫിഅലിൻ മബ്നിയ്യിൻ ലിൽ മഅലൂമി വഫാഇലിൻ. നമ്മൾ സർഫ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഞാൻ അതാണ് സർഫ് ആദ്യം എടുക്കാനുള്ള കാരണം കുറച്ച് ടേംസ് നമുക്ക് ആവശ്യം വരും. മബ്നിയ്യിൻ ലിൽ മഅലൂം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു ഫാഇൽ ആരാണെന്ന് അറിയപ്പെട്ട ഫിഅലിൻ്റെ രൂപം. സാധാരണ ഫിഅലുകൾ ദഹബ, ഖതല. മബ്നിയ്യിൻ ലിൽ മജ്ഹൂൽ എന്താണ്? ഖുതില, ഖുരിഅ. അങ്ങനെ അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫിഅലുൻ മബ്നിയുൻ ലിൽ മഅലൂം എന്ന് പറഞ്ഞാൽ സാധാരണ ഫിഅലുകൾ. ഈ ഫുഇലല്ലാത്ത സാധാരണ ഫിഅലുകൾ. അപ്പോൾ ഫായിലുഹു, അതിൻ്റെ ഫായിലും, ഇത് രണ്ടും കൂടി ചേർന്നാൽ അപ്പോൾ ഫിഅൽ പ്ലസ് ഫായിൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ. നഹ്വു ഖറഅ അൽ മുസ്ലിമു അൽ ഖുർആന. ഖറഅ അൽ മുസ്ലിമു അൽ ഖുർആന. ഈ മുസ്ലിം എന്താണ്? ഫാഇൽ. ഖറഅ എന്താണ്? ഫിഅൽ. ഖറഅ അൽ മുസ്ലിമു അൽ ഖുർആന, ഫിഅലും ഫാഇലും. രണ്ടാമത്തെ രൂപം ഫിഅൽ മബ്നി ലിൽ മജ്ഹൂലായിരിക്കും, ഖുരിഅ. രണ്ടാമത്തേതോ ഫാഇൽ എന്ന് പറയാൻ പറ്റില്ല. രണ്ടാമത്തേത് നായിബുൽ ഫാഇൽ. ഖുരിഅ അൽ ഖുർആനു. ഈ സെൻറ്റൻസ് ഒന്ന് നോക്കിയാൽ മതി. ഖുരിഅ അൽ ഖുർആനുൽ ആ ഖുർആൻ എന്നുള്ള വാക്ക് ഫായിലാണോ? അല്ലല്ലോ, ഓതപ്പെട്ടതല്ലേ. അപ്പോൾ ഖുരിഅ അൽ ഖുർആനു എന്ന് പറയുമ്പോൾ ഖുരിഅ ഫിഅലുൻ മബ്നിയുൻ ലിൽ മജ്ഹൂൽ പ്ലസ് അൽ ഖുർആനു നായിബുൽ ഫാഇൽ. നായിബുൽ ഫാഇൽ എന്ന് വിളിക്കാൻ കാരണം എന്താ? അതിനെ ആദ്യത്തെ സെൻറ്റൻസിൽ ഖറഅ അൽ മുസ്ലിം എന്നുള്ള ആ മുസ്ലിമിൻ്റെ ഇറാബ് എന്തായിരുന്നു? റഫ് ആയിരുന്നു. അതേ ഇറാബാണ് ഇവിടെ ഖുർആനു എന്നുള്ള വാക്കിനുള്ളത്, റഫ്. അപ്പോൾ ഫാഇൽ ഇല്ലാത്തത് കൊണ്ട് ഫായിലിൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ടി വന്നു, ഫായിലിൻ്റെ ഇറാബ് ഏറ്റെടുക്കേണ്ടി വന്നു. പിന്നെ ഇനി നമ്മൾ ഫായിലിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് പഠിക്കുകയാണ്. ഈ നായിബുൽ ഫായിലിൻ്റെ കഥയൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിച്ച് വീണ്ടും പറയും. അപ്പോൾ ആദ്യത്തെ രൂപം തന്നെ നോക്കാം നമുക്ക്. ഈ സംഗതി തന്നെ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്, പറഞ്ഞോളൂ.
ഫായിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് നോക്കണം. ഇപ്പോൾ ഇത്രയും കാലം നമ്മൾ ഫെയിൽ ഫായിൽ എന്നൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷേ ഫായിൽ എന്ന് പറഞ്ഞാൽ ശരിക്ക് അൽ ഇസ്മുല്ലദീ ഉസ്നിദ ഇലൈഹി അൽ ഫിഅൽ. ശരിക്കും ശ്രദ്ധിക്കണം. അൽ ഇസ്മുല്ലദീ ഉസ്നിദ ഇലൈഹിൽ ഫിഅൽ. ഫിഅൽ ആരിലേക്കാണോ ചേർത്തി പറഞ്ഞിരിക്കുന്നത് അതാണ് ഫായിൽ എന്ന് പറയുന്നത്. പിന്നെ ഖബ്ലഹു, ഇതാണ് ഡെഫിനിഷൻ. ഇപ്പോൾ ഡെഫിനിഷൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം. ഡെഫിനിഷനിൽ ഓരോ വാക്കും എന്തായിരിക്കും? പർപ്പസ്ഫുൾ ആയിരിക്കും. ഒരു വാക്ക് വെറുതെ ഉണ്ടാവില്ല. അപ്പോൾ അൽ ഇസ്ം ഒന്ന് ഇസ്മായിരിക്കും. അല്ലദീ ഉസ്നിദ ഇലൈഹി, ഉസ്നിദ ഇലൈഹിയാണ്. എന്തുകൊണ്ട് അല്ലദീ ഫഅലൽ ഫെയിൽ എന്ന് പറഞ്ഞില്ല? സാധാരണ നമ്മൾ മദ്രസയിലെ കഥ പഠിപ്പിക്കുക, ഫെയിൽ ചെയ്ത ആൾ. എന്തുകൊണ്ട് ചെയ്ത ആളെന്ന് പറഞ്ഞില്ല, അതിലേക്ക് ചേർത്തിയത് എന്ന് പറഞ്ഞു? എൻ്റെ ഒരു കാരണമുണ്ട്, പറയാം. അപ്പോൾ 3 കാര്യങ്ങളാണ്. ഒന്ന് ഇസ്മായിരിക്കും, ഉസ്നിദ ഇലൈഹിൽ ഫെയിൽ, ഖബ്ലഹു, ഫെയിൽ ഈ ഇസ്മിൻ്റെ മുമ്പായിരിക്കും. ഖറഅ എന്നുള്ളത് ഈ മുസ്ലിം എന്നുള്ള ഇസ്മിൻ്റെ മുമ്പല്ലേ? അപ്പോൾ നമ്മൾ ഫായിലിൻ്റെ ഡെഫിനേഷൻ പറയാണ്. ഫായിൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇസ്മുൻ ഉസ്നിദ ഇലൈഹി, അതിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നു ഫെയിലുൻ ഖബ്ലഹു, അതിൻ്റെ മുമ്പ് ഒരു ഫെയിലിനെ, അതിന് മുമ്പായിട്ടുള്ള ഒരു ഫെയിലിനെ. അപ്പോൾ ഈ 3 പോയിൻറ്റ്സ് നോക്കണം. ഒന്നാമത് ഇസ്മ്, അത് വ്യക്തമാണ്. രണ്ടാമത് ഉസ്നിദ ഇലൈഹി, ഫെയിൽ ചെയ്തത് ഇയാൾ തന്നെ ആയിക്കൊള്ളുന്നില്ല. അത് ചില ഉദാഹരണങ്ങളിൽ എന്തായിരിക്കും? ഫായിൽ ചെയ്തതായിരിക്കില്ല, എന്നാലും ഫായിലേക്കായിരിക്കും ആ ഫെയിലിനെ ചേർത്തി വെച്ചിട്ടുണ്ടാകും. ഉദാഹരണം, മാത്ത സെയ്ദുൻ, സെയ്ദ് മരിച്ചു. സെയ്ദാണോ ആ ഫെയിൽ ചെയ്തത്? അല്ല. ഗരിഖ സെയ്ദുൻ, സെയ്ദ് മുങ്ങി വെള്ളത്തിൽ. അപ്പോൾ മുങ്ങാതിരിക്കാനാണ് ശ്രമിച്ചിരുന്നത്. വെള്ളത്തിൽ മുങ്ങുന്ന ആരും മുങ്ങാൻ വേണ്ടി സ്വയം മുങ്ങൂലല്ലോ. സ്വയം മുങ്ങിയതിന് ഗരിക്കാന്ന് പറയില്ല, നമ്മൾ തമാശക്ക് മുങ്ങുന്നതിനെ. വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതിനാണ് ഗരിക്ക എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള എക്സെപ്ഷൻസ് പോലും ആരും കൊണ്ടുവരരുത് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ലാതെ പ്രത്യേകിച്ച് ഫായതൊന്നുമില്ല അതിൽ. അപ്പോൾ ഉസ്നിദ ഇലൈഹി എന്ന് പറയാൻ കാരണം ചിലപ്പോൾ ഫെയിൽ അവൻ ചെയ്തതായിരിക്കും, പക്ഷേ അവനിലേക്ക് ചേർത്തിട്ടുണ്ടാവില്ല. ഏതുപോലെ? ഉദാഹരണം, ഗരിക്ക എന്നുള്ളത് ചെയ്യാത്ത ഫെയിൽ ചേർത്തിയതിന് ഉദാഹരണം. ഒരു ഉദാഹരണം ആലോചിച്ച് നോക്ക്. അതായത് ഫെയിൽ, ആ പ്രവൃത്തി ചെയ്ത ആളെ തന്നെ ഫായിൽ നിന്ന് വിളിക്കൂല. അതിനുള്ള ഉദാഹരണം ഞാൻ ഓർമ്മ വരും പറയാം ഇൻഷാ അല്ലാഹ്. എന്തായാലും ഉസ്നിദ എന്ന് പറയാൻ കാരണം ഇതാണ്, എല്ലാ സമയത്തും ഫെയിൽ ആ ഫായിലിൻ്റെ പ്രവൃത്തി തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ. രണ്ടാമത്തേത് ഖബ്ലഹു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 3ാമത്തെ പോയിന്റ്, ഇതിൻ്റെ മുമ്പായിട്ട് ഫെയിൽ വരണം. ഇപ്പോൾ മുഹമ്മദുൻ ഖറഅ അല്ലെങ്കിൽ മുഹമ്മദുൻ ദഹബ, അതിൽ ഫായിൽ ആരാ? മുഹമ്മദുൻ ഖറഅ, ഫായിൽ ആരാ? ആ പ്രവൃത്തി ചെയ്തിട്ടും അതിലേക്ക് ചേർത്താത്തതിൻ്റെ ഉദാഹരണമാണ് മുഹമ്മദുൻ ഖറഅ. മുഹമ്മദുൻ ഖറഅ എന്നുള്ളത് അതിലാരാ ഫായിൽ? ഇത് പറയുമ്പോൾ മനസ്സിലാവും. ഉദാഹരണം മുഹമ്മദാണ്, അല്ല, മുഹമ്മദല്ല. ഖറഅ എന്നുള്ള ഫേലിൻ്റെ ഉള്ളിൽ ഹുവ എന്നുള്ളൊരു ദമീർ അവിടെ കിടക്കുന്നുണ്ട്. അവിടെ മുഹമ്മദാണ് ശരിക്കും ഓതിയത്, പക്ഷേ നമ്മൾ പറയാം മുഹമ്മദ് മുബ്തദ ആണ്. കാരണം നമ്മൾ ഇവിടെ എന്താ പറഞ്ഞത്? ജുംല ഇസ്മിയ എന്ന് പറഞ്ഞാൽ ഇസ്മോട് തുടങ്ങുന്നത്. മുഹമ്മദ് ഇസ്മല്ലേ? ഇസ്മോട് തുടങ്ങുന്നത് ജുംല ഇസ്മിയാണ്. അപ്പോൾ മുഹമ്മദ് എന്നുള്ളത് മുബ്തദ ആണ്. ഖറഅ ഹുവ എന്നാണ് ശരിക്ക്. ഖറഅ ഹുവ, ആ ഹുവയാണ് ഫായിൽ. അപ്പോൾ ഉസ്നിദ ഇലൈഹി, ആരിലേക്കാണോ നമ്മൾ ആരോപിക്കുന്നത് അതാണ് ഫായിൽ. ശരി, ഇനി എന്തുകൊണ്ട് മുഹമ്മദുൻ ഖറഅയിൽ നമ്മൾ അങ്ങനെ ഒരു പണി ചെയ്തു? ആ മുഹമ്മദ് അല്ലായിരുന്നു ശരിക്ക് ഫായിലാവേണ്ടിയിരുന്നത്? ഇതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയ നിയമങ്ങളല്ലേ? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിയമം? അതിന് നഹ്വിലൊരു വിശദീകരണമുണ്ട്. അതായത് മുഹമ്മദുൻ ഖറഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് പ്രശ്നം എന്താണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കുക. ചില ആൾക്കാർക്ക് എന്താ പ്രശ്നം മനസ്സിലായില്ല. മുഹമ്മദുൻ ഖറഅ എന്നുള്ളതിൽ ഫായിൽ ആരാണ്? മുഹമ്മദ് എന്നാണ് പറഞ്ഞത്, അങ്ങനെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഖറഅ എന്നായി? കാരണം ഫായിലിൻ്റെ ഡെഫിനേഷൻ ഇപ്പോൾ വായിച്ചത്, ഫായിൽ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ഉസ്നിദ ഇലൈഹി ഫിഅലുൻ ഖബ്ലഹു, അതിൻ്റെ മുമ്പ് ഒരു ഫെയിൽ വേണം. അതിന് മുമ്പ് ഫെയിലുണ്ട് അവിടെ? ഇല്ല, ഫെയിൽ വരുന്നതിന് ശേഷമാണ്. അതുകൊണ്ട് പക്ഷേ ഹുവയാണെങ്കിലോ, ഹുവ എന്ന് പറയുന്ന ഈ സാങ്കല്പിക ഫായിൽ അത് ഖറഅക്ക് ശേഷമാണ് ഉള്ളത്. അതുകൊണ്ട് ഹുവൻ്റെ ഫെയിലാണ് ഖറഅ, മുഹമ്മദിൻ്റെതല്ല. എന്തുകൊണ്ടാണ് ഇവിടെ പറയാം. ഈ മുഹമ്മദിന് പകരം മുഹമ്മദൂന എന്നാന്ന് വിചാരിച്ചോളി, മുഹമ്മദൂന. അപ്പോൾ നമ്മളെന്താ പറയുക? മുഹമ്മദൂന ഖറഉ.
മുഹമ്മദൂന ഖറഉ അല്ലേ? ഈ വാവില്ലേ, ഈ വാവെന്താ? വാവുൽ ജമാ, അത് ഫായിലാണ്. അപ്പോൾ ഒരു ഫെയിലിന് രണ്ട് ഫായിൽ പറ്റുമോ? മുഹമ്മദുൻ ഖറഉ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ഫായിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുഹമ്മദിനെ ഫായിൽ എന്ന് വിളിക്കാത്തത്. അപ്പോൾ മുഹമ്മദ് മുബ്തദ ആണ്, ഈ സെൻറ്റൻസ് മൊത്തം ഖബറാണ്. അത് ജുംല ഇസ്മിയെ കുറിച്ച് പറയുമ്പോൾ വിശദീകരിക്കും. ജുംല ഇസ്മിയിൽ ഖബർ ചിലപ്പോൾ സെൻറ്റൻസ് ആവും, ചിലപ്പോൾ ഒരു വേർഡാവും, പലതുമായിട്ട് വരും. അതെ, ജുംല എന്തുകൊണ്ട് അങ്ങനെ പരിഗണിക്കേണ്ടില്ല എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായി? എത്രയും പറഞ്ഞ് ഇനി നമ്മൾ ആകത്തിലേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഫിഅൽ എന്ന് പറയുന്നത്, അഫ്വൻ ഫാഇൽ എന്ന് പറയുന്നത് ഫിഅലിന് ശേഷം വരുള്ളൂ. ഫിഅൽ പിന്നെ ഫാഇൽ, ഫിഅൽ ഫാഇൽ. ഇതിൻ്റെ പിന്നിൽ കാരണം ഇവിടെ ഒന്ന് നമ്മൾ വിശദീകരിച്ചു, നഹ്വി ആയിട്ടുള്ള കാരണം. വേറൊരു കാരണം പറയുന്നുണ്ട് ചില നഹ്വിസ്റ്റുകൾ. അതായത് അറബികൾ ഇപ്പോൾ ഒരാൾ മുഹമ്മദ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോൾ കലമു എന്ന് പറഞ്ഞു. ഞാൻ സംസാരിക്കുമ്പോൾ അൽ കലമു എന്നിട്ട് തുടങ്ങാണ് പേന. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്താണ്? ഞാൻ കലം എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുക ഈ കലമ് ചെയ്തൊരു പ്രവൃത്തിയാണോ അതോ ഇതിൻ്റെ ഒരു സിഫത്താണോ? അൽ കലമു തൊവീലുൻ കബീറുൻ ജമീലുൻ, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമാണോ നിങ്ങൾ പ്രതീക്ഷിക്കുക? ഒരു സിഫത്താണ് പ്രതീക്ഷിക്കുക, ഒരു ഖബറാണ് പ്രതീക്ഷിക്കുക. ഞാനിപ്പോൾ അൽ കലമു എന്ന് പറഞ്ഞു, അപ്പോൾ അൽ കലമു സഖത്ത, പേന വീണു, ഇതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുക. അതല്ല ഒരു അൽ കലമു അസ്റഖു, പേന നീലയാണ്, അല്ലെങ്കിൽ അൽ കലമു ജദീദുൻ, പുതിയതാണ്. ഇതിലേതാ പ്രതീക്ഷിക്കുക? ഒരു ഖബറാണ് പ്രതീക്ഷിക്കുക. അപ്പോൾ ഒരു ഇസ്മ പറഞ്ഞാൽ ഒരു ഖബറാണ് എല്ലാവരും പ്രതീക്ഷിക്കുക. അങ്ങനെ ഒരു കാരണം കൂടി എൻ്റെ പിന്നിലുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് സഖത്ത എന്ന് ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുക? കഴിഞ്ഞിട്ട് ആരാണ് വീണത്? ഫായിലിനെ പ്രതീക്ഷിക്കും, ഉറപ്പല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു മാനസികമായൊരു വശം കൂടി എൻ്റെ പിന്നിലുണ്ട്. പിന്നെ നഹ്വി ആയിട്ടുള്ള കാരണം അവിടെ പറഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പോൾ എത്രയെന്ന് പറഞ്ഞിട്ടുള്ളൂ, ഫിഅലും ഫായിലും കൂടിയതാണ് ജുംല ഫേലിയ. ഇത് നമുക്ക് പണ്ടേ അറിയാം. പക്ഷേ ഇന്ന് പുതിയതായിട്ട് പഠിച്ചത് അതിനൊരു തെർത്തീബുണ്ട്. ഫിഅൽ പ്ലസ് ഫായിലായിരിക്കണം, ഫായിൽ പ്ലസ് ഫെയിലല്ല. ഫായിൽ പ്ലസ് ഫെയിലായാൽ അത് ജുംല ഇസ്മിയാവും, കാരണം ഫായിൽ എന്ന് പറയുന്നത് ഇസ്മാണ്. ക്ലിയർ അല്ലേ? ഇത് ഇത്രയേ ഉള്ളൂ. ചെറിയൊരു കാര്യം പഠിച്ചിട്ടുള്ളൂ നമ്മൾ. ആ അപ്പോൾ ഫായിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു താരീഫ് പോലെ പറയാണ്. മനില്ലദി ഫഅലൽ ഫിഅൽ, ആരാണിത് ചെയ്തത്? മൻ ജാ, മൻ ദഹബ, മൻ മാത എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം എന്തായിരിക്കുമോ അതാണ് ഫായിൽ. അതും കൂടി പറയാം, ഈ ഒരു പോയിൻ്റ് കൂടി പറയാം. ഈ പറയുന്ന ഫായിൽ അത് മുഅറബാണെങ്കിൽ, അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഓടി വരണം. മുഅറബ് മബ്നി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? കലിമാത്തുകളുടെ രണ്ട് വിഭാഗമാണ് മുഅറബും മബ്നിയും. അപ്പോൾ മുഅറബാണെങ്കിൽ മർഫു ആയിരിക്കും. അക്ബല റബീഉ, എന്താ റബീഉ എന്ന് പറഞ്ഞാൽ? വസന്തകാലം. ഇംഗ്ലീഷിൽ എന്താ വസന്തത്തിന്? സ്പ്രിങ് ആണ്, സ്പ്രിങ്. അക്ബല റബീഉ, വസന്തകാലം മുന്നോട്ട് വന്നു, കടന്നു വന്നു. അപ്പോൾ ആരാ ഫായിൽ? റബീഅ. ഇവിടെ കണ്ടോ, ഷെയ്ഖ് വളരെ സൂക്ഷ്മതയോടെ ഉദാഹരണം കൊടുത്തിട്ടുള്ളത്. വെറൈറ്റി ഉദാഹരണം കൊടുക്കാൻ കാരണം ഉസ്നിദ ഇലൈഹിൽ ഫിഅലുമാണ്. റബീഅ എവിടെ നിന്നെങ്കിലും വരികയാണോ? വേറെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണോ? ഫിഅലൊന്നും ചെയ്തിട്ടില്ല, വസന്തം നിറഞ്ഞ കാലം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതിലേക്ക് നമ്മളൊരു പ്രവൃത്തി ചേർത്തി പറഞ്ഞു. മനില്ലദി അക്ബല എന്ന് വെച്ചാൽ റബീഅ എന്ന് പറയും. അക്ബല റബീഉ എന്നൊരു സെൻറ്റൻസ് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, സ്കൂളിലെ കുട്ടികൾ ചോദിക്കണം, പറയാം മനില്ലദി അക്ബൽ, എന്താ ഉത്തരം പറയാം? റബീഉ. പ്രശ്നമൊന്നുമില്ല. ഇനി മബ്നിയാണെങ്കിലോ അക്ബല ഹാദ എന്നാണ്. ഒരാളെ പറ്റി ഞാൻ പറയാം, അക്ബല ഹാദ, ഇവൻ വന്നു. അപ്പോൾ ഹാദൻ്റെ ഇറാബ് എന്താ പറയുക? ഫി മഹല്ലി റഫ. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഫാഇൽ എന്ന് പറയുന്നത് രണ്ട് അവസ്ഥ ഉണ്ടാവാം. ഒന്നുകിൽ മുഅറബാവാം അല്ലെങ്കിൽ മബ്നിയാവാം. മുഅറബാണെങ്കിൽ ഇത് മർഫു ആയിരിക്കും, മബ്നിയാണെങ്കിൽ മബ്നിയുൻ അല എന്താണെന്ന് വെച്ചാൽ പറയാം ഫി മഹല്ലി റഫ്ഇൻ. കാരണം ഫായിലിൻ്റെ സ്ഥാനം എപ്പോഴും റഫാണ്. അപ്പോൾ ഫി മഹല്ലി റഫ്ഇൻ എന്ന് പറയണം. അപ്പോൾ മബ്നി ആയിട്ടുള്ളൊരു ഇസ്മന്നെ എടുക്കുക. ഉദാഹരണത്തിന് ഇസ്മുൽ ലാഹിറനെ, ഇസ്മിഷാർ എന്നല്ലാത്ത ഹദാമി എന്ന് പറയുന്നൊരു ഇസ്മുണ്ട്. അത് ഹദാമീനേ വരുള്ളൂ. ഹദാമു എന്നാവില്ല. ഒരു പെണ്ണിൻ്റെ പേരാണ് അറബികൾ ഇടുന്നത്. അഖ്ബലത്ത് ഹദാമി, ഹദാമി വന്നു. അല്ലെങ്കിൽ ജാഅത്ത് ഹദാമി. ഹദാമിൻ്റെ ഇറാബ് എന്താ? മബ്നിയുൻ അലൽ കസ്രി ഫി മഹല്ലി റഫ്ഇൽ ഫാഇലി. ഫാഇലായതുകൊണ്ട്
മർഫു ആവേണ്ടതായിരുന്നു, പക്ഷേ മബ്നി അൽ കസ്റയാണ്. ക്ലിയർ അല്ലേ ഇത്? വളരെ ചെറിയൊരു പോയിൻ്റ് പറഞ്ഞിട്ടുള്ളൂ എന്ന്. ഫെയിലും ഫായിലും ചേർന്നാൽ ജുംല ഫെയിലിയ ഉണ്ടാവുന്നു. അത് ഈ തർത്തീബിൽ തന്നെ വേണം. പിന്നെ ആ ഫായിൽ മുഅറബാണെങ്കിൽ അത് മർഫു ആയിരിക്കും, മബ്നി ആണെങ്കിൽ ഫി മഹല്ലി റഫ് ആയിരിക്കും. അത്രേ ഉള്ളൂ. സീബവൈഹി, ജാ സീബവൈഹി. ജാ സീബവൈഹിൻ്റെ ഇറാബ് എന്താ? ജാ ഫിഅലുൻ മാദി മബ്നിയുൻ അൽ ഫത്ഹി, സീബവൈഹി ഫാഇലുൻ മബ്നിയുൻ അൽ കസ്രി ഫി മഹല്ലി അർ-റഫ്ഇ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞതായിട്ട്? ഇസ്മോട് തുടങ്ങിയ ജുംല ഇസ്മിയാണ് എന്ന് വിശ്വസിക്കാം. നമുക്ക് കുറച്ച് കാലം നമ്മൾ തിരുത്തും, പക്ഷേ തൽക്കാലം അങ്ങനെ വിശ്വസിക്കാം. അതിനിപ്പം പറഞ്ഞ പ്രശ്നമാവും. ഇതാണ് അസുല്, ഇസ്മോട് തുടങ്ങിയ ജുംല ഇസ്മിയ. പക്ഷെ അതൊരു 4-5 ക്ലാസ് കഴിയുമ്പോൾ മനസ്സിലാവും അതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളത്. ശരി, എന്നാൽ നിർത്താം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.